നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില സ്വപ്നങ്ങൾ. പലപ്പോഴും ആളുകൾ സ്വപ്ന വ്യാഖ്യാനത്തിനായി സമീപിക്കാറുള്ള, നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും കാണാറുള്ള സ്വപ്നങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്താണ്? ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വപ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വപ്നങ്ങളിൽ നമുക്കുള്ള സന്ദേശങ്ങളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലം യബ്ക മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്ത്. നുബുവത്തിന് ശേഷം മുബശ്ശിറാത്തുകളല്ലാതെ മറ്റൊന്നും ബാക്കിയാവുകയില്ല എന്ന്. അതായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നുബുവത്തുകൾ അവസാനിച്ചു, ഇനി മുബശ്ശിറാത്തുകളാണുള്ളത്. അപ്പോ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, വമൽ മുബശ്ശിറാത്തു യാ റസൂലല്ലാഹ്, എന്താണ് മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, റുഇയ സ്വാലിഹ, അത് നല്ല സ്വപ്നങ്ങളാണ്. നാം കാണുന്ന നല്ല സ്വപ്നങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളുണ്ട് നമുക്ക്. അത് എപ്പോഴും കാണുന്ന സ്വപ്നങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാൻ കഴിയും. ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ള നമുക്കുള്ള സന്ദേശങ്ങൾ, മറ്റൊന്ന് പിശാച് നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനും പിശാച് നമ്മെ ഭയപ്പെടുത്താനും നമ്മെ കാണിക്കുന്ന സ്വപ്നങ്ങൾ. അങ്ങനെ രണ്ട് രീതിയിലാണ്. ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ളതും മറ്റൊന്ന് പൈശാചികമായതുമാണ്. നല്ല അള്ളാഹുവിൽ നിന്നുള്ള നല്ല സന്ദേശങ്ങൾ നമുക്ക് സ്വപ്നങ്ങളിലൂടെ ലഭിക്കണമെങ്കിൽ നാം നല്ല മാർഗങ്ങളിലൂടെ, അതായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ആ രീതിയിൽ കിടന്നുറങ്ങുന്നവരാകണം. നമുക്ക് തോന്നിയതുപോലെ അങ്ങ് പോയി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ഫലിക്കണമെന്നില്ല. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിച്ചോളണം എന്നില്ല. അപ്പോ നല്ല സ്വപ്നങ്ങൾ നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നാം അതിന്റെ ആ നല്ല രീതിയിൽ കിടന്നുറങ്ങേണ്ടതുണ്ട്. വുളു എടുത്തുകൊണ്ട് ദിക്റുകളൊക്കെ ചൊല്ലി, അതിന്റെ ആ ഉറക്കത്തിന്റെ മര്യാദകളൊക്കെ നമ്മൾ മുമ്പ് പല വീഡിയോയിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ ആ രീതിയിൽ എന്ത് ചെയ്യുക? കിടന്നുറങ്ങുക. അങ്ങനെ കാണുന്ന സ്വപ്നങ്ങളിൽ എന്തുണ്ട്? നമുക്കുള്ള സന്ദേശങ്ങളുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെല്ലാം നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതില്ല. പിന്നെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക, പിശാചിൽ നിന്ന് കാവലിനെ ചോദിക്കുക. രണ്ടാമതായിട്ട് കിടന്നിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറിക്കിടക്കുക, ഒന്ന് തിരിഞ്ഞു കിടക്കുക. മൂന്നാമതായിട്ട് ഇടത്തെ ഭാഗത്തേക്ക് 3 പ്രാവശ്യം ചെറിയ രീതിയിൽ തുപ്പുക. ഇതൊക്കെയാണ് ഭയപ്പെടുത്തുന്ന പൈശാചികമായ സ്വപ്നങ്ങൾ കണ്ടാൽ നാം ചെയ്യേണ്ടതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോ നാം നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ള ചില സ്വപ്നങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്താണെന്ന് നാം പ്രത്യേകം ഓർമ്മ വെക്കേണ്ടത്, നമ്മൾ ആ കിടന്നുറങ്ങുമ്പോൾ അതിന്റെ ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളാണ് നമ്മൾ വ്യാഖ്യാനത്തിന് വേണ്ടി പരിഗണിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പ്രധാനമായിട്ടും ഈ സ്വപ്ന വ്യാഖ്യാനങ്ങൾ നമ്മൾ പറയുന്നത് സ്വപ്ന വ്യാഖ്യാന രംഗത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലാ, അതുപോലെ തന്നെ മഹാനായ ഇമാം നാബിൽസി റഹിമഹുല്ലാ, അതുപോലെ തന്നെ മഹാനായ ഇമാം ബഗവി റഹിമഹുല്ലാ, ഇവരുടെയൊക്കെ സ്വപ്ന വ്യാഖ്യാനങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ വ്യാഖ്യാനങ്ങൾ പറയുന്നതെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒന്നാമതായിട്ട്, തേൻ സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം? തേൻ സ്വപ്നം കണ്ടാൽ നമുക്ക് ഹലാലായ മാർഗത്തിലൂടെ സമ്പത്തുകൾ വരാനുണ്ട് എന്നതാണ് അതിന്റെ വ്യാഖ്യാനമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ, സ്വപ്ന വ്യാഖ്യാനത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്ന സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? ഹജ്ജിന് പോകുന്ന നമ്മൾ സ്വപ്നം കണ്ടാൽ നമുക്ക് കച്ചവടമോ ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ അഭിവൃദ്ധി ഉണ്ടാകാനും അതിൽ ലാഭം ഉണ്ടാകാനും ഒക്കെ കാരണമാകും എന്നതാണ് അതിന്റെ വ്യാഖ്യാനമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടമുണ്ടെങ്കിൽ അതൊക്കെ വീടി കിട്ടാനൊക്കെ കാരണമാകും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട സ്ഥാനം, നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി, ആ നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചു കിട്ടാനൊക്കെ ഈ ഹജ്ജിന് പോകുന്ന സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനമായിട്ട് മഹത്തുക്കൾ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രോഗം വന്നിട്ടുണ്ട്, ഒരാൾക്കൊരു രോഗിയാണ്, ആ രോഗി ഹജ്ജിന് പോകുന്ന സ്വപ്നം കാണുകയാണ്. അപ്പോൾ എന്താണ്? ആ രോഗം ഷിഫയാകാൻ സാധ്യതയുണ്ട്.
ആ രോഗം മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇതിന്റെ വ്യാഖ്യാനമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ളത് വെള്ളം സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? വെള്ളം സ്വപ്നം കണ്ടാൽ നമുക്ക് സമ്പത്ത് വരാൻ പോകുന്നു എന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ സമ്പത്ത് വരാൻ പോകുന്നു എന്നാണ് ഇതിന്റെ വ്യാഖ്യാനമെന്ന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷികളെ സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? ഒരുപാട് നന്മകൾ നമുക്ക് വരാൻ പോകുന്നു എന്ന്, ഒരുപാട് ഖൈറാത്തുകൾ, ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് വ്യാഖ്യാനം എന്നാണ്. അതുപോലെ തന്നെ ഒരു വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടി എന്തായി ഭക്ഷണം കഴിക്കുന്ന സ്വപ്നം കണ്ടാൽ അവരുടെ വീട്ടിലേക്ക് സമ്പത്ത് കയറി വരാൻ സാധ്യതയുണ്ട് എന്നാണ് അതിന്റെ വ്യാഖ്യാനം എന്നൊക്കെ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭിണിയായ ഒരു പെണ്ണാണ് എന്ത് സ്വപ്നം കണ്ട് ഭക്ഷണം കഴിക്കുന്ന സ്വപ്നം കണ്ടെങ്കിൽ അവളുടെ പ്രസവം നല്ല രീതിയിൽ നോർമലായ രീതിയിൽ നടക്കും എന്ന്, പ്രസവം നല്ല രീതിയിൽ നടക്കും എന്നൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനമെന്ന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശത്തിലേക്ക് കയറി പോകുന്നതാണ് നമ്മൾ സ്വപ്നം കണ്ടെങ്കിൽ. പലപ്പോഴും കാണാറുണ്ടല്ലോ, ആകാശത്തിലേക്ക് കയറി പോകുന്ന സ്വപ്നം കാണുക. അങ്ങനെ ആകാശത്തിലേക്ക് കയറി പോകുന്ന നമ്മൾ സ്വപ്നം കണ്ടാൽ നമ്മുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാവാൻ അത് കാരണമാകുമെന്നാണ്. അതായത് നമ്മുടെ ആയുസ്സിൽ വർധനവുണ്ടാകാൻ, നമുക്ക് ആയുസ് നീട്ടിക്കിട്ടാൻ അത് കാരണമാകുമെന്ന് മഹത്തുക്കൾ സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്വർഗപ്രവേശനത്തിന് സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് എന്നൊക്കെ മഹത്തുക്കൾ പറയുന്നുണ്ട്. നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അതിനുള്ള ഒരു സൂചന പടച്ചതമ്പുരാൻ നൽകുകയാണ് എന്നൊക്കെ. അതുപോലെ തന്നെ നമുക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്, നമുക്ക് ഒരുപാട് സമൂഹത്തിലൊക്കെ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങളെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് നല്ലത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഈ സ്വപ്നങ്ങളൊക്കെ ഖൈറായ വ്യാഖ്യാനങ്ങളാണ് അതിന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സ്വപ്നം കാണാനും ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാനും ജീവിതത്തിൽ എല്ലാ ഖൈറാത്തുകൾ ലഭ്യമാകാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റു സ്വപ്ന വ്യാഖ്യാനവും മറ്റു നല്ല അറിവുകളൊക്കെ നമുക്ക് മറ്റു വീഡിയോകളിൽ കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.